വാട്ട്സ് ഫണ്ണി, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഓർത്തുകൊണ്ടിരുന്നത് ഒരു ഏജ് കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ഈസി ആവും. എന്താ പറയുക, ഇനിയിപ്പോൾ ഒരു 26-27 ആ ഒരു ഏജൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം സെറ്റാവും, നമ്മളെല്ലാം ഫുൾ സെറ്റിൽഡ് ആവും. പിന്നെ നമ്മൾ പാവപ്പെട്ടവരൊക്കെ സഹായിക്കും, അങ്ങനെയൊക്കെ ഓർത്തോട്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് ഓർത്തോണ്ടിരുന്നത്. പക്ഷെ വലുതായപ്പോൾ മനസ്സിലായി ലൈഫ് ഡസൻ ഗെറ്റ് ഈസിയർ ആസ് വി പ്ലാൻ. നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആവും, ബട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന അനുസരിച്ച് അങ്ങനെ ലൈഫ് പോവില്ല എന്നുള്ളത് മനസ്സിലായി. ഒരു ടൈമിലൊക്കെ ഞാൻ കോൺസ്റ്റന്റ്ലി കമ്പയർ ചെയ്യുമായിരുന്നു കേട്ടോ, എൻ്റെ ചുറ്റുമുള്ളവരായിട്ടും നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പബ്ലിക് ഫിഗേഴ്സൊക്കെ ആയിട്ട്. ലൈക്ക് വൈ ആം ഐ സ്റ്റിൽ സ്റ്റക്ക്. ഇപ്പം എന്നെക്കാളും ചെറിയ പിള്ളേരൊക്കെ എന്താ സ്വന്തമായിട്ട് വീട് പണിയുന്നു, കാർ എടുക്കുന്നു, വേൾഡ് ട്രിപ്പ് നടത്തുന്നു, അങ്ങനെ. അപ്പം ഞാൻ എവിടെയാണ് സ്റ്റക്കായി പോയേ, ഞാൻ പുറകോട്ടാണോ എന്നൊക്കെ അങ്ങനത്തെയൊക്കെയുള്ള ചിന്ത വരും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. ഇനീഷ്യലി ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു വൈ ഡസ് എവറിത്തിങ് ടേക്ക് ലോങ്ങർ ഫോർ മീ. കാരണം ഞാൻ എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്താലും അതിൽ എന്തെങ്കിലും ഒരു ഓഡ് കാര്യം നടക്കും. അപ്പം ഞാനിങ്ങനെ എപ്പോഴും ഓർക്കും വൈ എവറി ടൈം മീ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു ഫുൾ ടൈം. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഹാപ്പി സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ എല്ലാവർക്കും ഡിഫറെൻറ്റ് സാഹചര്യങ്ങളാണ്, അവർ വളർന്നു വരുന്ന സാഹചര്യം വ്യത്യാസമാണ്, അവരുടെ എൻവയോൺമെൻറ്റ് വ്യത്യാസമാണ്. സോ അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അതുപോലെയാണ്. ഇപ്പം ഞാൻ എൻ്റെ ലൈഫ് മെഷർ ചെയ്യുന്നത് എൻ്റെ ഏജോ ബാക്കിയുള്ളവരെ വെച്ചോ അങ്ങനെയൊന്നുമല്ല. ദ പേഴ്സൺ ഐ എം ബിക്കമിങ്, ദ പീപ്പിൾ ഐ ലവ് ആൻഡ് ദ പീസ് ഐ ഹാവ്. കാരണം മൊമെന്റ് യു സ്റ്റോപ്പ് കമ്പാരിസൺ, that day you will understand how happy the life is. എല്ലാ മരവും ഒരു സീസണിൽ പൂക്കില്ലല്ലോ. പൂക്കുന്ന സമയം വന്ന അതിൻ്റെ ബ്യൂട്ടി നമുക്ക് കമ്പയർ ചെയ്യാനും പറ്റില്ല. അപ്പം അതുപോലൊക്കെ തന്നെയായിരിക്കും നമ്മളെല്ലാവരും.